നമ്മൾ നടക്കാൻ പോവുകയാണ്. മീനുട്ടി ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുമോ ലിയോനെ. മീനുട്ടി കം. മീനുട്ടി ഉടുപ്പൊക്കെ ഇട്ട് തണുപ്പാണ്. ഇവിടെ റീസൈക്ലിംഗ് ഒക്കെ പോകുന്ന ദിവസമാണ്. റീസൈക്ലിംഗ് റബ്ബിഷും എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഓരോ ബിന്ന് കാണാം. വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഒന്ന് നടക്കാനിറങ്ങി. അയ്യോ വലിയ രസമില്ല തണുപ്പത്ത് നടക്കാനായിട്ട്. ഐസ് കൂടില്ല. മടി ഡീ വാ, പുല്ല് കുറച്ച് തിന്നുവാണോ നീ? മീനുട്ടി കാം. ഓ നല്ല തണുപ്പുണ്ട്. വിൻ്ററിൻ്റെ ഒരു അവസ്ഥയുണ്ടോ? മരങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട്, അതായത് ഉണ്ടോ ഇലകളൊക്കെ ഉണങ്ങി. ഇത്തവണത്തെ വിൻ്റർ കുറച്ചധികം തണുപ്പുള്ള ദിവസങ്ങളായിരുന്നു. -4 ഒക്കെ പോയി. അതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു ഇത്രയും തണുപ്പൊന്നും ഇല്ലായിരുന്നു. മീനുട്ടി ലിയോനെ നോക്കുവാണോ? ലിയോ വരുന്നില്ലല്ലേ? ഇവര് നടക്കുന്ന കണ്ടിട്ടതേ ഒരു ഡോഗ് അവിടെ കാണാൻ വന്ന് നിൽക്കുക. മീനുട്ടി ആരടി മീനുട്ടി അത്? മീനുട്ടി ഓടരുത്, ഓടാൻ പാടില്ല. നമ്മൾ നടക്കാനാ വന്നത്. ഓൺസേ തണുപ്പുണ്ടോ? ഓൺസേ തണുപ്പുണ്ടോ? വിൻ്റർ കഴിയാറാകുമ്പോഴേക്കും നമ്മുടെ സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴേ ഈ കണ്ടോ ഈ ഫ്ലവേഴ്സൊക്കെ പൂത്ത് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മരം ഇങ്ങനെ തന്നെ നിൽക്കുവേ. ഫ്ലവറൊന്നും ഇല്ലെങ്കിൽ ഇതിന് ഇല പോലും കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഇപ്പോഴത്തെ ഫ്ലവേഴ്സായി. അവർക്ക് റബ്ബിഷാണ് ഫസ്റ്റ് എടുത്തത് തോന്നുന്നല്ലേ കൊണ്ടേ. നാട്ടിൽ മുല്ലപ്പൂ ഒക്കെ നിൽക്കണ പോലെ ഉണ്ടല്ലേ, നല്ല പൂ. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എനിക്കിഷ്ടമാണ്. നമുക്ക് മറ്റേ 4 കെട്ട് പോലെയൊക്കെ ഇങ്ങനെ ഒരു വേറെ വാതിൽ, 2 വാതിലുണ്ട് അവർക്കതിൽ. എന്താല്ലേ ഓൺസ് എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി അവർ കുറേ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. സ്കൂൾ വിടുന്ന സമയം, അപ്പോൾ പിള്ളേർ വരുന്നുണ്ട്. അപ്പം ഇവർ ഈ പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര കൊരയാണ്. ദാറ്റ്സ് ഓക്കെ. come here, go 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 walk. Come, we go home. Come here. Minje, come. പിള്ളേർ ഈ സൈഡിൽ പോകുന്ന കാരണം അവനെയും കൊണ്ട് പോണി അപ്പുറത്തെ സൈഡിൽ പോയി. നമ്മളധികം നടന്നില്ല, നമ്മൾ ഒരൊറ്റ റൗണ്ടേ പോയുള്ളൂ. നല്ല തണുപ്പുണ്ട്. ഇനി ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ലായിരുന്നു.
അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. ഇന്ന് കഞ്ഞിയാണ് ഉച്ചയ്ക്കത്തേക്ക് വെച്ചേക്കുന്നത്. കഞ്ഞിയും ചമ്മന്തി. അങ്ങനെ നല്ല തണുപ്പല്ലേ, അപ്പം എന്തെങ്കിലും ഇങ്ങനെ ഈ ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. ഈ സൂപ്പോ കഞ്ഞിയോ, അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട്. അവൾ വലിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ തളർന്ന്. ഇത്രയും ഇവിടെ എന്നാ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോരുത്, ഒരുമിച്ച് കിടക്കണം. നിങ്ങളുടെ നടത്തം കഴിഞ്ഞത് ബോണി അകത്ത് കയറുക. നടക്കാൻ പോകുന്നതിന് മുന്നേ കഞ്ഞി സെറ്റാക്കിയിട്ടാണ് പോയത്. കഞ്ഞി, പയറ്, പിന്നെ ഉലുവ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ജീരകം. റൈസ് ഇച്ചിരി കുറവാണ്, പയറാണ് കൂടുതൽ. പിന്നെ ചമ്മന്തി ഉണ്ട്, മാങ്ങ വച്ചുള്ള ചമ്മന്തി. പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ പപ്പടം നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ അതേ കാണാം, എണ്ണയിൽ വറക്കത്തില്ല. എണ്ണയിൽ വറക്കാറുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ എണ്ണയിലല്ല വറുത്തത്, എയർ ഫ്രയറിൽ വറുത്തെടുക്കുക. എണ്ണ വേണ്ട. മാങ്ങ ചമ്മന്തി ടേസ്റ്റ് നോക്കട്ടെ ചമ്മന്തിയുടെ. അയ്യോ അടിപൊളി ചമ്മന്തി. ബോണി ചമ്മന്തി അരച്ചെന്ന് ഞാൻ കഞ്ഞി വെച്ചു. ചമ്മന്തി നല്ല. ഇവിടെ ഒരു മുളകുണ്ടേ, നമ്മുടെ നാട്ടിലെ ഉണ്ടമുളക്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഒരു പ്രത്യേക ഫീല്. ബോണി നൈസ് ചമ്മന്തി കേട്ടോ, അടിപൊളി ചമ്മന്തി. മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ട് അറിയാം. മാങ്ങ ഇഞ്ചി കിട്ടോ അതോ എങ്ങനെയാണ്? ഇട്ടു. ഓക്കെ. ബോൺസിനെ വിളമ്പട്ടെ കഞ്ഞി? ആണോ? അടിപൊളി പറഞ്ഞാൽ നല്ല രസമുണ്ട് കഞ്ഞി കുടിക്കാൻ. നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് തണുത്ത് വിറച്ച് വന്നുകൊണ്ടായിരിക്കും കഞ്ഞി കുടിക്കാൻ നല്ല സുഖം. ഇനി പപ്പടം ഇല്ലേ? പപ്പടം. എൻ്റെ പപ്പടം വന്നു. നല്ല എയർ ഫ്രയർ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എണ്ണയെ കൂത്തെടുക്കേണ്ട കാര്യമില്ല. അല്ലല്ലേ? അതെ, ചുട്ട പപ്പടത്തിൻ്റെ ഫീൽ നല്ല രസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കഞ്ഞിപ്പാത്രം. കുഞ്ഞുമാവിടെ നോക്കിയിരിക്കുകയാണോ? കുഞ്ഞുമാവ കഞ്ഞി കുടിക്കത്തില്ല. കുഞ്ഞുമായി ഉറക്കം വരുന്നോ നടത്തം കഴിഞ്ഞപ്പം? ഉറങ്ങി കേട്ടോ.